ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് വന്നിട്ടുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇന്ന് ജൂൺ 27. ഇനി 3 ദിവസം ജൂൺ 30 വരെയാണ് സെൽഫ് എന്യൂമറേഷന് വേണ്ടിയിട്ടുള്ള ടൈമുള്ളത്. ഇന്ന് ജൂൺ 27ആയി, ജൂൺ 30 വരെയുള്ളൂ. ഇനി 27, 28, 29, 30 ഇനി 3 ദിവസം മാക്സിമം നിങ്ങൾക്ക് കിട്ടാനുള്ളൂ. അതായത് ഇതിൻ്റെ സമയം എന്ന് പറയുന്നത്, ഈ സെൽഫ് എന്യൂമറേഷൻ നമുക്ക് ഫോണിൽ ചെയ്യാൻ സാധിക്കും. അതിൻ്റെ സമയം എന്ന് പറയുന്നത് രാവിലെ 6 മുതൽ രാത്രി 12 മണി വരെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ഇത് ചെയ്യാൻ അറിയത്തില്ലാത്തവരാണെങ്കിൽ, വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ഒരു ഫോൺ നിങ്ങളുടെ കൈവശം ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഈ ഫോണിൽ ചെയ്യാൻ സാധിക്കുന്ന വളരെ എളുപ്പത്തിലുള്ള ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. വളരെ എളുപ്പത്തിൽ ഏതൊരാൾക്കും വളരെ ഈസി ആയിട്ട് ഈ സെൽഫ് എന്യൂമറേഷൻ നടത്താൻ സാധിക്കും. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ഈ വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ വളരെ ശ്രദ്ധിച്ച് കാണുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നമ്മുടെ കയ്യിലുള്ള സ്മാർട്ട് ഫോൺ എടുക്കുക. അത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഫസ്റ്റ് വിൻഡോയിൽ കാണുന്നത് നമ്മുടെ ഐക്കണൊക്കെ ഉള്ള ഒരു വിൻഡോയാണ്. അതിൽ തന്നെ നമുക്ക് ക്രോം ബ്രൗസർ, അതിൻ്റെ ഗൂഗിളിൻ്റെ ഒരു ചിഹ്നത്തോടു കൂടിയ ബ്രൗസർ കാണും. ആ ബ്രൗസർ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവേണ്ട രീതിയിൽ അത് ഞാൻ റൗണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഓപ്പൺ ചെയ്യുക. ആ ഓപ്പൺ ചെയ്ത് വരുമ്പോൾ തുടർന്ന് വരുന്ന വിൻഡോയിൽ നമ്മൾ ഏറ്റവും ടോപ്പിൽ സെൽഫ് എന്യൂമറേഷൻ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തന്നെ ആ വിൻഡോയുടെ താഴേക്ക് SE ഡോട്ട് സെൽഫ് എന്യൂമറേഷൻ ബ്രാക്കറ്റിൽ SE, അത് കഴിഞ്ഞിട്ട് SE ഡോട്ട് സെൻസസ് ഡോട്ട് gov.in കാണും. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ പോകുന്നത്, ഞാൻ ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്, സെൽഫ് എന്യൂമറേഷൻ SE എന്നുള്ള ആ ഒരു പോർഷൻ കാണിച്ചിട്ടുണ്ട്. അതിന് മുകളിലൊരു റൗണ്ട് വരച്ച് നിങ്ങൾക്ക് വ്യക്തമാകുന്ന രീതിയിൽ മനസ്സിലാകേണ്ട രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നേരെ പോകുന്നത് നമ്മുടെ സെൽഫ് എന്യൂമറേഷൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ സൈറ്റിലേക്കാണ്. ആ സൈറ്റിലേക്ക് വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏറ്റവും മുകളിൽ നമുക്ക് കാണാവുന്നത് നമ്മുടെ സ്റ്റേറ്റിൻ്റെ പേര് കൊടുക്കാനുള്ളതാണ്. അവിടെ കൊടുക്കുക. അതിനുശേഷം തൊട്ടടിയിൽ അതിൻ്റെ ക്യാപ്ച എന്ന് പറയുന്ന സംഗതി ഉണ്ട്. അത് അതുപോലെ തന്നെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്ത് വെരിഫൈ ചെയ്യുക. ആ വെരിഫൈ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ കറക്റ്റായിട്ട് നമ്മൾ ക്യാപ്ച കൊടുക്കണം, മാറിപ്പോകരുത്. നിങ്ങൾക്ക് ആ കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് തൊട്ടടുത്ത വിൻഡോയിലേക്ക് പോകും. അവിടെ നമ്മൾ കേരള എന്നുള്ള സ്റ്റേറ്റ് ഉണ്ടാകും. തൊട്ടടുത്ത് തന്നെ നമ്മൾ ഗൃഹനാഥൻ്റെ പേര് കൊടുക്കുക, ഫോൺ നമ്പർ കൊടുക്കുക, പിന്നെ ഇമെയിൽ ID ഉണ്ടെങ്കിൽ നിങ്ങൾ ഇമെയിൽ ID കൊടുക്കുക. അത് ഓപ്ഷണലാണ്. അത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഫോൺ നമ്പർ മസ്റ്റാണ്. നിങ്ങൾ ആ ഫോൺ നമ്പർ കൊടുത്തു കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ ആ ഫോൺ നമ്പറിലേക്ക് ഒരു OTP വരും. ആ OTP വരുമ്പോൾ നിങ്ങൾ നേരെ ഏറ്റവും മുകളിൽ അതിൻ്റെ ലാംഗ്വേജ് സെലക്ട് ചെയ്യാനുണ്ട്. അത് നിങ്ങൾ ഇംഗ്ലീഷാണോ, മലയാളമാണോ, ഹിന്ദു ആണോ, നിങ്ങളുടെ ആരായാലും നമുക്ക് മനസ്സിലാകുന്ന ഏതാണോ ലാംഗ്വേജ്, ആ ലാംഗ്വേജ് നമ്മൾ തിരഞ്ഞെടുക്കുക. അതിനുശേഷം താഴെ OTP നമ്മൾ വന്നേക്കുന്ന നമ്മുടെ ഫോണിൽ തന്നെ OTP വന്നിട്ടുണ്ടാകും. ആ നമ്പർ നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. 6, അതായത് 6 അക്ക നമ്പർ വന്നിട്ടുണ്ടാകും. അത് വെരിഫൈ ചെയ്ത് കൊടുക്കുക. ഇപ്പം നിങ്ങൾ ഈ കാണുന്ന വിൻഡോയിൽ കാണുന്ന പോലെ തന്നെ 6 അക്ക നമ്പർ OTP വന്നിട്ടുണ്ട്. മലയാളം എന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഒരു വിൻഡോ നിങ്ങൾക്ക് വരും. അപ്പോൾ ആ വിൻഡോ നിങ്ങൾ വെരിഫൈ OTP എന്നുള്ള ഇതിൽ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നേരെ തൊട്ടടുത്ത വിൻഡോയിലേക്കാണ് കിടക്കുന്നത്. ആ വിൻഡോ ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. ഞാൻ ശകലം പറഞ്ഞ് സ്പീഡായി പോയതെന്ന് എനിക്ക് സംശയമുണ്ട്, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഇനി വരുന്ന ഈ വിൻഡോയിൽ നമുക്ക് 1 തൊട്ട് 6 വരെയുള്ള ഓരോ സെക്ഷൻ വരും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സെക്ഷനിൽ വന്നേക്കുന്നത്, നമുക്ക് ഇതിനകത്ത് കേരള നമ്മൾ ആദ്യമേ കൊടുത്തിട്ടുണ്ട് സ്റ്റേറ്റ്, പിന്നെ ജില്ലാ പിൻകോഡ് അത് കൊടുക്കുക. പിന്നെ നിങ്ങൾ താമസിക്കുന്ന വീടിരിക്കുന്ന ഭാഗത്തെ ഒരു പേര്, അതിപ്പം നിങ്ങളുടെ വീടിരിക്കുന്ന ഭാഗം ത്തിൻ്റെ പേര് നിങ്ങൾക്ക് അറിയത്തുള്ളൂ. ചിലപ്പം ഉദാഹരണത്തിന് ഞാനിപ്പോൾ താമസിക്കുന്നത് തുഷാരീരി എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ അവിടുത്തെ ആ സ്ഥലം ഞാൻ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കൊടുത്തതിന് ശേഷം നമ്മൾ ഈ മാപ്പ് അപ്പോഴത്തേക്കും നമുക്ക് ഈ മാപ്പിൽ
നമ്മുടെ സ്ഥലം, വീടിരിക്കുന്ന സ്ഥലം നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങൾ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം നിങ്ങൾ വീടിരിക്കുന്ന ഏകദേശം ഏതാണ്. അപ്പോൾ ആ മാപ്പ് നമ്മളിങ്ങനെ കൈകൊണ്ട് എക്സ്പാൻഡ് ചെയ്ത് നമുക്ക് നമ്മുടെ സ്ഥലം കാണാവുന്നതും പേര് കാണാവുന്ന സ്ഥലപ്പേരും ഒക്കെ കാണാവുന്ന രീതിയിൽ നമ്മൾ അത് എന്ത് ചെയ്യുക, കുറച്ച് വലിപ്പപ്പെടുത്തിയിട്ട് നമ്മുടെ സ്ഥാനത്ത് നമ്മുടെ വീടിൻ്റെ സ്ഥാനം കറക്റ്റായിട്ട് നമ്മൾ കൊണ്ടുവെക്കുക. അപ്പോൾ അത് എങ്ങനെയാണ് അത് സ്ലൈഡ് ചെയ്ത് കൊണ്ടുവെക്കേണ്ടതെന്നുള്ളത് ഞാൻ ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോയുടെ ലാസ്റ്റ് തന്നെ ഞാൻ അത് ചേർക്കുന്നതായിരിക്കും, എങ്ങനെയാണ് അത് വലിപ്പപ്പെടുത്തി അത് സ്ഥാനം ക്ലിയറായിട്ട് കൊടുക്കേണ്ടതെന്ന്. അപ്പോൾ അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഇതിനകത്ത് നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഓപ്ഷൻ വരും, അടുത്ത പേജിലേക്ക് കടക്കാനുള്ള ഒരു ഓപ്ഷൻ വരും. അപ്പം നമ്മൾ കൊടുത്ത സ്ഥലം ഇച്ചിരി മാറിപ്പോവുക എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും അത് റദ്ദാക്കിയിട്ട് നമുക്ക് വീണ്ടും റെഡിയാക്കാനുള്ള ഇത് നമുക്ക് ഓപ്ഷൻ ഇതിനകത്തുണ്ട്. സ്ഥലം നമ്മൾ സ്ഥിരീകരിച്ചതിന് ശേഷം, നമ്മൾ വീടിരിക്കുന്ന സ്ഥലം സ്ഥിരീകരിച്ചതിന് നമ്മൾ സ്ഥലം സ്ഥിരീകരിച്ചതായിട്ട് നമ്മൾ താങ്കളുടെ താമസ സ്ഥലം എന്നുള്ള അതിൻ്റെ വലതുവശത്തുള്ള സ്ഥലം സ്ഥിരീകരിക്കുക എന്നുള്ള ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അടുത്ത വിൻഡോയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ എന്യൂമറേറ്റർക്ക് നമ്മുടെ സ്ഥലം ഇരിക്കുന്ന സ്ഥലം അദ്ദേഹത്തിന് വന്ന് കണ്ട് നമ്മളെ നേരിട്ട് കാണാനായിട്ടുള്ള ഒരു അവസരം നമ്മൾ ഒരുക്കും. അപ്പോൾ ഇപ്പോൾ കാണുന്ന ഈ ഒരു ക്രോസായിട്ട് വരുന്ന ഒരു ചിഹ്നമാണ്, പച്ച ലൈനാണ്. അത് പിന്നെ നമ്മുടെ ഭൂപടത്തിൽ അതുപോലെ തന്നെ നിൽക്കും. നമ്മൾ കൈകൊണ്ട് നമ്മൾ 2 കൈ വിരൽ ഉപയോഗിച്ചിട്ട് നീക്കുമ്പോൾ നമ്മുടെ ഈ ഭൂപടം മാത്രമേ മാറുള്ളൂ, ഈ ക്രോസായിട്ടുള്ള വര മാറത്തില്ല. അപ്പോൾ ആ ക്രോസായിട്ടുള്ള വരയുടെ സെൻറ്ററിൽ നമ്മുടെ സ്ഥലം നമ്മൾ കൊണ്ടുവെക്കുക. ഇപ്പോൾ നമ്മൾ അത് റെഡിയായതിനു ശേഷം, അത് റെഡിയായി കഴിഞ്ഞാൽ ഉടനെ വരുന്ന വിൻഡോ ആണ് നമ്മുടെ ഒന്നാമത്തെ ചോദ്യം. ഈ ചോദ്യങ്ങളാണ് നമുക്ക് സാധാരണയായിട്ട് വരുന്നത്. ആദ്യത്തെ നമ്മുടെ പൊതുവായ കുറച്ച് ചോദ്യങ്ങൾ വരുന്നുണ്ട്. അത് ഈ ഓപ്പൺ ചെയ്ത് വരുമ്പോഴേ വരുന്നതാണ്. എന്താണ് നമ്മുടെ സെൻസസ്, എന്താണ് വീട്, അങ്ങനെ കുറച്ച് ചോദ്യങ്ങളൊക്കെ ഉള്ള ഭാഗങ്ങൾ വരുന്നുണ്ട്. നമുക്ക് വായിച്ചു നോക്കിയിട്ട് ഇതേപോലെയുള്ള ചോദ്യങ്ങളാണ്. ഭിത്തിക്ക് ഉപയോഗിച്ച പ്രധാന സാമഗ്രി, മേൽക്കൂരയ്ക്ക് ഉപയോഗിച്ച പ്രധാന സാമഗ്രി, സെൻസസ്, വീടിൻ്റെ അവസ്ഥ, കുടുംബത്തിൽ പതിവായി താമസിക്കുന്നവരുടെ ആകെ എണ്ണം, അങ്ങനെയുള്ള കുറച്ച് ചോദ്യങ്ങളാണ്. എല്ലാം സിമ്പിൾ ചോദ്യങ്ങളാണ്. അപ്പം ഞാനിപ്പോൾ ഇച്ചിരി സ്പീഡിൽ പറഞ്ഞു പോകുന്നതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കുക ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും ആ രീതിക്ക് ചെയ്യാൻ സാധിക്കും. അപ്പം ഇതെല്ലാം റെഡിയായി കഴിഞ്ഞതിന് ശേഷം ഏറ്റവും ലാസ്റ്റ് അവർ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ താഴെ ഒരു ഓപ്ഷൻ വരും. അത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ID നമ്പർ ലഭിക്കുന്നതായിരിക്കും. ആ ID നമ്പർ നിങ്ങൾ സൂക്ഷിച്ചു വെക്കുക. ഞാൻ ഈ ID നമ്പറും ഈ വീഡിയോയുടെ ലാസ്റ്റ് നിങ്ങൾക്ക് അതെങ്ങനെയാണ് വരുന്നതെന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണ വീഡിയോ ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട്. അപ്പം ഇത്രയും മാത്രമേ ചെയ്യാനുള്ളൂ. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന സ്റ്റെപ്പുകൾ മാത്രമേ ഉള്ളൂ. ഞാനിപ്പോൾ ഇത് പറഞ്ഞിട്ട് വലിയൊരു കൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ ഒരു സങ്കീർണത ആയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കാം. കാരണം ഇത് അറിയത്തില്ലാത്ത ആൾക്കാർക്കും കൂടി മനസ്സിലാവേണ്ട രീതിക്ക് ഞാനങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. അപ്പം എല്ലാവരും ഇനി ദിവസങ്ങളില്ല, ഇനി 2-3 ദിവസങ്ങളേ ഉള്ളൂ. ഇതിൻ്റെ ടൈം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, രാവിലെ 6 തൊട്ട് വൈകിട്ട് രാത്രി 12 മണി വരെയാണ് ഈ സൈറ്റ് ഓപ്പൺ ആയിട്ടിരിക്കുകയുള്ളൂ. അപ്പം അതിനുള്ളിൽ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. കാരണം നിങ്ങളുടെ ഫോണിൽ നെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് സാവധാനം നിങ്ങളുടെ വീട്ടിലെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇതിനകത്ത് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഈ വീഡിയോയിൽ കാണുന്നത് നിങ്ങളുടെ ലൊക്കേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മാപ്പിൻ്റെ പടമാണ്. അതിൽ നിങ്ങൾ അത് മൂവ് ചെയ്യേണ്ട വിധം ഇങ്ങനെയാണ്. 2 വിരൽ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് നമുക്ക് ഇതേപോലെ നമുക്ക് അത് നീക്കാൻ സാധിക്കും. ഈ താഴെ കാണുന്ന ഈ ക്രോസ് ആയിട്ടുള്ള 2 വരകൾ അതവിടെ തന്നെ നിൽക്കും. അതിന് പോയിൻ്റായിട്ട് നിങ്ങൾ സ്ഥലം കൊണ്ടുവെക്കുക. ഇതേപോലെ ക്രിയേറ്റ്. അപ്പോൾ ഇതേപോലെ ഒരു ചുമന്ന ഒരു പോയിൻ്റ് ഉണ്ടാവും. നിങ്ങൾ ഈ പോയിൻ്റ് ഈ കറക്റ്റ് സെൻട്രലിൽ ആകുന്ന രീതിയിൽ ഇതിങ്ങനെ കൈകൊണ്ട് നീക്കി കൊണ്ടുവെക്കുക. ഇതിങ്ങനെ നീക്കി കഴിയുമ്പോൾ ഇതിപ്പോൾ ഞാൻ ഒരു ഫോട്ടോയാണ് നിങ്ങളെ കാണിക്കുന്നത്. ഇത് നമ്മൾ ഓരോ ആൾക്കാരും ചെയ്തു വരുമ്പോഴാണിത് നമുക്ക് മൂവ് ചെയ്യുന്ന രീതിയിൽ കിട്ടുകയുള്ളൂ. അപ്പം ഈ മൂവ് ചെയ്യുന്ന ഭാഗം ഈ നമ്മുടെ ഭൂപടമായിരിക്കും മൂവ് ചെയ്യുന്നത്. ഈ ക്രോസ് ആയിട്ടുള്ളത് അവിടെ തന്നെ നിൽക്കും. അപ്പോൾ നമ്മുടെ സ്ഥലം കറക്റ്റായിട്ട് നമ്മളവിടെ
ഈ ക്രോസ് ചിഹ്നത്തിൻ്റെ സെൻറ്ററിൽ ആവുന്ന രീതിയിൽ നമ്മൾ പോയിൻ്റ് ചെയ്ത് നിർത്തുക. നമ്മൾ വീടിരിക്കുന്ന സ്ഥലം ലൊക്കേറ്റ് ചെയ്ത് നിർത്തുക. ഓക്കെ, മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഈ കാണുന്ന വിൻഡോയിൽ ഏറ്റവും താഴെ കാണുന്ന SCID, അതാണ് നിങ്ങളുടെ ഫോണിൽ മെസ്സേജായിട്ട് വരുന്ന ID നമ്പർ. ആ ID നമ്പർ നിങ്ങൾ ശ്രദ്ധാപൂർവം എടുത്തു വെക്കുക, സൂക്ഷിച്ചു വെക്കുക. നിങ്ങളുടെ വീട്ടിൽ എന്യൂമറേറ്റർ വരുമ്പോൾ ആ ID നിങ്ങൾ കാണിച്ചാൽ മാത്രം മതിയാവും. മറ്റ് കാര്യങ്ങളൊന്നും നിങ്ങൾ ചെയ്യേണ്ടതില്ല. വളരെ എളുപ്പമാണ് അവർക്കും നമുക്കും. അപ്പം എല്ലാവരും ട്രൈ ചെയ്യുക. ഓക്കെ.